Hello guys, welcome back to my channel Nando's Media and 2K Gaming Boy. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമായിട്ടാണ്. ഇത് ഒരു കേരള മാപ്പ് സ്റ്റൈൽ വണ്ടിയാണ്. ഇത് മാപ്പ് കേരള ബസ് സിമുലേറ്റർ. ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പോലെ തന്നെയാണ്. കിടിലൻ ഗ്രാഫിക്സ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അതിനു മുമ്പ് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് കയറ്റുമ്പോൾ തന്നെ ഇതാണ് കിട്ടുക. പിന്നെ നമ്മൾ വേറെ വണ്ടികളുണ്ട്. പിന്നെ വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പം ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒറ്റ മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഇത് ഗ്യാരേജിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടുന്ന വണ്ടി പറഞ്ഞല്ലോ ഇതാണ്. പിന്നെ പിന്നെ നമ്മൾ വേറെ സ്കിന്ന് മാറ്റണമെങ്കിൽ ഐസക ഉണ്ട്, പിന്നെ ലിമിറ്റഡ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓറഞ്ച്, പീക്കാച്ചു, സൺഫ്ലവർ, പിന്നെ സൂപ്പറുണ്ട്. BSK ആണ്. ഏത് ദിവസം എടുത്താലും മുകളിലൊരു BSK ഉണ്ട്, പക്ഷെ കുറച്ച് ബോറാണ്. പിന്നെയുള്ള വണ്ടി എന്ന് വെച്ചാൽ KSRTC ആണ്. പക്ഷേ KSRTCക്ക് പകരം BSK എന്നാണ് സംഭവം. സാരില്ല, നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, KL 15007. ഇതിലുണ്ട് സ്കിൻസ്. ഫസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഇതാണ് കിട്ടുക. ഇത് വാങ്ങണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട 25,000 രൂപ കൊടുക്കണം. പിന്നെ സ്കിൻസ് വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കും വേണം. ഫസ്റ്റ് കിട്ടുന്ന സ്കിൻ ഇതാണ്. പിന്നെ ഓർഡിനറി ബസ് ഉണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതുണ്ടോ, ഓരോ സ്കിൻസ് മാറ്റുമ്പോഴും ഇതിൻ്റെ സ്ഥലപ്പേര് മാറുന്നുണ്ട്. ഇതുണ്ടോ, നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ആലുവ മൂന്നാർ ബസ്സാണ്. പിന്നെ ഓർഡിനറി ആക്കുമ്പോൾ നെടുവങ്ങാട്, നിലമേൽ, കിളിമാനൂർ, കാരറ്റി. എന്തായാലും അങ്ങനെ പേര് മാറുന്നുണ്ട്. പിന്നെ SC ഈ പച്ച ബസ്സാണ്. ഇതും ആലുവ മൂന്നാറാണ്. പിന്നെ SF ഇതും ആലുവ മൂന്നാറാണ്. ഓർഡിനറിക്ക് മാത്രമേ മാറ്റുള്ളൂ നെടുവങ്ങാട് പോണത്. പിന്നെ വരുന്നത് ഇത് അടിപൊളി ബസ്സാണ്. ഇതുണ്ടോ, BSKൻ്റെ ഇത് കളർ വണ്ടി ആക്കാൻ പറ്റും നമുക്ക് ഫസ്റ്റ് വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ ഇതുണ്ട്, ഈ ഒരു ബ്ലൂ കളറുണ്ട്. പിന്നെ ഡീമൺ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഉള്ളത്തെ കളർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂ അല്ല ഭംഗി, അല്ലാതെ നോക്കുകയാണെങ്കിൽ റെഡ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നൈറ്റ് വ്യൂ പറഞ്ഞാൽ നൈറ്റ് വ്യൂ ആക്കാം. അതാ കണ്ടോ, ഇങ്ങനെയാണ് നൈറ്റ് വ്യൂ പറഞ്ഞത്. കണ്ടോ, നല്ല ലുക്കിലാണ്. അപ്പോൾ നമ്മളിന്ന് പോണത് ലൈൻ ബസ്സിലാണ്. ഇതിൽ നമ്മൾ ഈ ലിമിറ്റഡിലാണ് ഇന്ന് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് വേഗം കളിക്കാം. ഇതിൽ ആഡ് വരും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ബസ്. ഇങ്ങനെയാണ് നമ്മളിതാക്കുമ്പോൾ വരിക. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മളിത് സ്റ്റിയറിങ് ഇത് നമുക്ക് ഈ ആക്സിലേറ്റർ ശരിക്കും ഈ ഭാഗത്തല്ല വരുന്നത്. ഇത് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ മാറ്റുന്നതായിരിക്കും നല്ലത്. ഞാൻ അതൊന്ന് തിരിച്ചു പോയിട്ടൊന്ന് ഇതിൻ്റെ പൊസിഷനൊന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ സൗണ്ട് കേൾക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ ലൈറ്റൊന്ന് ഓണാക്കാം. ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇത് നമ്മളുടെ ബസ്, അത് തൃശ്ശൂർ കോഴിക്കോട് ബസ്സാണ്. പക്ഷെ അങ്ങോട്ടൊന്നും അല്ലിട്ട് നമ്മൾ പോവുക, പേര് മാത്രമേ ഉള്ളൂ. നമുക്കെന്തായാലും ഇനി ട്രിപ്പ് തുടങ്ങാം. ന്യൂട്രലായിരുന്നു.
ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ട്രിപ്പ് എടുക്കുക. നമ്മൾ ചിലപ്പോൾ വരുമ്പോൾ ഞാൻ അപ്പോൾ അത് നേരത്തെ ട്രിപ്പ് എടുത്തുകൊണ്ടാണ് ഇതിപ്പോൾ സ്റ്റോപ്പിൽ വന്നത്. അല്ലെങ്കിൽ നമ്മൾ കിടക്കുക വല്ല പെട്രോൾ പമ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾക്ക് എങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തുകയെന്ന് ചോദിച്ചാൽ ഇതേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇവിടെ ഇതാ വേറെ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. അതാ കണ്ടോ, കൊട്ടമംഗലം ഇങ്ങനത്തെ പ്ലേസ് കൂടെയാണ് നമ്മൾ പോവുക. നമുക്കെന്തായാലും ഇനി അധികം പറയണില്ല, നമുക്ക് പോവാം. വൈപ്പറൊന്നും കേട്ടോ. ട്രിപ്പ് എടുക്കാൻ നമ്മൾ ഇങ്ങനെ ഈ നീല ഡോട്ടിലോടുത്ത് പോയി നിൽക്കണം. ഈ സ്റ്റാർട്ട് ട്രിപ്പ് കൊടുക്കാം. സ്റ്റാർട്ട്, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മളെ മാപ്പിൽ ഇത് ഈ ഒരു ഓറഞ്ച് ലൈൻ ഉണ്ട്, അതിൽ കൂടെ നമ്മളെ പോകണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോവാം. അയ്യോ, ഇത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ആക്സിലേറ്റർ നെക്കി പിടിച്ചാൽ അതിനനുസരിച്ച് അതിന് തോന്നണ പോലെ സ്പീഡ് കൂടിപ്പോയിക്കോളും. പണ്ട് നമ്മളുടെ ഈ ആക്സിലേറ്റർ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ്. എന്ന് വെച്ചാൽ മോളിക്ക് ഈ ആക്സിലേറ്ററിൽ ഇങ്ങനെ നമ്മൾ ആ ആക്സിലേറ്റർ നെക്കിയിട്ട് മോളിക്ക് ആക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടും. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അപ്ഡേഷൻ വന്നതിൽ. അയ്യോ, നമ്മൾ ട്രിപ്പ് ഇടുന്നു. ഇത് നൈറ്റാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടൈം മാറ്റണമെങ്കിൽ മാറ്റാം. നൈറ്റ് ഉണ്ട്, ഓരോ സമയമുണ്ട്. രാവിലെ 5 മണി, 7 മണി, 12 മണി, അങ്ങനെ പല സമയമുണ്ട്. ഇത് എന്നിട്ട് ആ സെറ്റിങ്സിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കാണുമ്പം രണ്ട് റെഡ് ഇതുണ്ടാവും. അതിൽ അപ്പോൾ ഇത് നൈറ്റ് അപ്പോൾ ആ 2 ഡോട്ടിൽ നൈറ്റ് ട്രെയിന് ഡേ റെയിൻ എന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ വയ്ക്കുമ്പം അയ്യോ, നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ നിർത്തി കൊടുക്കണം. എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന ഈ ഡോർ ബട്ടൺ നെക്കണം. കുറച്ച് ബാക്കിലേക്ക് എടുക്കട്ടോ. ഓക്കെ, അപ്പോൾ അതേ മുകളിൽ വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ റിവേഴ്സാണ്. എന്തുകൊണ്ടും അടിപൊളി ഗെയിമാണ്. ഏഞ്ചൽ എന്നൊക്കെ നമ്മളെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അയ്യോ, ലിമിറ്റഡ് സ്റ്റോപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതിന് തോന്നുന്ന സ്റ്റോപ്പിലൊക്കെ നിർത്തും. പൈസ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ റിയൽ പൈസ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 20 രൂപ കൊടുത്താൽ 75,000 രൂപ ഇതിത്തെ മണിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് വാങ്ങാം. പക്ഷേ അത് അങ്ങനെ ചെയ്യണ്ട. കാരണം അത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അവർ പറ്റിച്ചാലോ. 20 രൂപയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ അല്ലേ. വേണ്ടവർക്ക് കൊടുക്കാം കേട്ടോ. നമ്മളെ ട്രാവലർ മറ്റേ നമ്മളെ പെട്രോൾ പമ്പിൽ നിന്ന് കൊണ്ടുപോകണ ആ ടാങ്കറില്ലേ, ആ ലോറി ഉണ്ട്. അയ്യോ, ഓഫ്ലൈനോ? ഞാൻ എന്ത് ചെയ്യും? ഈ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ എത്തുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ നിർത്തിയിട്ട്
നമുക്ക് വേണമെങ്കിൽ ഡബിളാക്കിയിട്ട് പൈസ വാങ്ങാം ഒരു ഏഡ് കണ്ടാൽ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ധനിക്ക് പൊട്ടിക്കുക. നമ്മൾ ഓഫ്ലൈൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കളിക്കുമായിരുന്നു. അപ്പോൾ സാരമില്ല, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.